എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പുതിയ മാസം തുടങ്ങി. കഴിഞ്ഞ മാസം നല്ല രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്തത് അല്ലേ. അതിന് മുമ്പത്തെ ഒരു 5 മാസം എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ആ ഒരു റേഞ്ചിൽ വന്ന് നിൽക്കുകയായിരുന്നു. ഇവിടെയൊക്കെ നല്ലൊരു റിജക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ റേഞ്ചിൽ. പക്ഷേ അതിനുശേഷം വന്നിരിക്കുന്ന കഴിഞ്ഞ സെപ്റ്റംബർ മാസം നല്ല ബുള്ളിഷിലാണ്. നല്ല ബുള്ളിഷിൽ തന്നെ അത് ഓപ്പൺ ചെയ്തു. ആ ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് ഒരു റിജക്ഷൻ പോലും വരാതെ ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് $150 മേലെ പ്രൈസ് മൂവ് ചെയ്യുന്നത്. അത് ബ്രേക്ക് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര ഡോളർ മൂവ് ചെയ്തെന്നൊക്കെ ഏകദേശം 3500 $400 പ്രൈസ് മൂവ് ചെയ്തു. 150 250 പോകാം. പക്ഷേ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് ഗോൾഡ് ഭയങ്കര ബുള്ളിഷ് സ്ട്രോങ് ആയി നിൽക്കുന്നതാണ്, എക്സ്ട്രീം സ്ട്രോങ് ആയി നിൽക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊന്നും ഗോൾഡ് ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇനി ഒരു 2500 2000 ഒന്നും വരാനുള്ള സാധ്യത കുറവ്. 1800 നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടില്ല എന്ന്. 1800 1600 നിങ്ങളിപ്പോൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലാഭം എടുക്കാൻ പറ്റുന്നൊരു പൊസിഷനായിരുന്നു. അന്ന് ഒരുപാട് പേര് നമ്മളുടെ ആ ഒരു വീക്കിലി അനൗൺസ് ചെയ്തത് ബൈ ചെയ്തു, ലോങ് ടൈം ഒക്കെ ബൈ ചെയ്തു, ഗോൾഡ് ഫിസിക്കൽ ഗോൾഡ് വാങ്ങിച്ച ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ നല്ല പ്രോഫിറ്റ് ആയിട്ട്. അപ്പോൾ ഇനി ഗോൾഡിൽ വരുമോ പ്രൈസ് താഴേക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത്രയും ബുള്ളിഷിൽ ഗോൾഡ് വന്ന് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത് വന്ന് നിൽക്കുന്നതെന്ന് മാത്രമല്ല, ആ നിൽക്കുന്ന പൊസിഷനിൽ ഇത് വീണ്ടും പ്രൈസ് പുതിയ എക്സ്ട്രീം ഹൈസ്, അതായത് വീണ്ടും പ്രൈസ് പുതിയ വാല്യൂ ഉണ്ടായിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഗോൾഡിന് ഡെയിലി 1000 രൂപ വെച്ച് പവന് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, മിക്ക ദിവസവും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1000 രൂപ കൂടിക്കൊണ്ടിരിക്കണം. 1000 1040 1100 ഈ രീതിയിലേക്ക് കൂടണത്. അപ്പോൾ ഇനി ഗോൾഡ് നല്ല ബുള്ളിഷിലേക്ക് തന്നെ പോകും. പുൾ ബാക്കൊക്കെ ഉണ്ടാവും, പക്ഷേ വലിയ രീതിയിൽ കാര്യമായ രീതിയിൽ ഉണ്ടാകില്ല. ഇപ്പോൾ ഒരു 1600-നൊക്കെയാണ് പ്രൈസ് കയറി അങ്ങോട്ട് പോയത് ഈ ഒരു പൊസിഷൻ. പക്ഷേ ഇനി വലിയൊരു പുൾ ബാക്കൊന്നും ഇനി ഉടനെയൊന്നും ഉണ്ടാകില്ല. ചെറിയ ഇപ്പോൾ 100 150 ആയിട്ട് നമ്മൾ കാണുന്ന അങ്ങനെയുള്ള പുൾ ബാക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ ആഴ്ച എന്താ നടന്നതെന്ന്. അപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഏകദേശം എല്ലാ ആഴ്ചയിലും പ്രൈസ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. ഈ ആഴ്ചയിലും പ്രൈസ് പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. ഓൾ ടൈം ഹിറ്റ് ചെയ്തു മാത്രമല്ല, പ്രൈസ് കണ്ടോ ഈ 2 ക്യാൻഡിൽ പോലെ തന്നെ ഇരിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് വലിയ മൂവ്മെൻറ്റ്സ് ഇച്ചിരി കുറവാണെങ്കിൽ അത് നല്ല മൂവ്മെൻറ്റ്സിലേക്കാണ് വന്നിരിക്കണം. ഓരോ ന്യൂസും ഗോൾഡിനെ പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രി നമ്മൾ എടുക്കാനായിട്ട് നോക്കിയപ്പോൾ ഈ വാട്ടർ ഫ്ലോയിൽ വന്നില്ല. ഈ വാട്ടർ ഫ്ലോയിൽ വരാതെ ബാക്കിയുള്ള ലിക്വിഡിറ്റി എടുത്ത് പോയപ്പോൾ തന്നെ ഞാൻ ഓർത്തതാണ് കേട്ടോ ഈ ഹൈ എടുത്തേ പോകുള്ളൂ. നമുക്ക് ഈ 5 ദിവസം എന്താണ് സംഭവിച്ചേക്കണേന്ന് നോക്കാം. പ്രൈസ് ഇവിടെയായിരുന്നു നിന്നത്. ഈ ഹൈ ബോഡി ബ്രേക്ക് ചെയ്ത് കയറി അങ്ങോട്ട് പോയി ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യാതെ ലോവർ ടൈം ഫ്രെയിമിൽ 2-3 POയിൽ പ്രൈസ് വന്ന് ടച്ച് ചെയ്തു. അവിടെ നിന്നുള്ളൊരു കൺഫർമേഷൻ തന്നു. വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രൈസ് മൂവ് ചെയ്തു. ആ ഒരു എൻട്രി നല്ല എൻട്രി ആയിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു എൻട്രി, ഇതൊക്കെ നല്ല വലിയ മൂവ്മെൻറ്റ്സ് കിട്ടുന്ന ഹൈ പ്രയോറിറ്റി എൻട്രികളായിരുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലിട്ട് ഈ ആഴ്ച ഞാൻ നല്ല തിരക്കിലായിരുന്നു. എന്നാൽ പോലും നമ്മളിട്ട ട്രേഡുകളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല പ്രോഫിറ്റ്. എന്താ വെച്ചാൽ ഈ ആഴ്ച ഞാൻ എടുത്തിരിക്കുന്ന വളരെ 1-2 ട്രേഡാണ്. ആ ട്രേഡിൽ പോലും കഴിഞ്ഞ ആഴ്ചയൊക്കെ അല്ലെങ്കിൽ മുമ്പത്തെ ആഴ്ചയൊക്കെ എടുക്കുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ്സ് 2 മൂവ്മെൻറ്റ്സ് മതി നമുക്ക് നല്ലൊരു പ്രോഫിറ്റിൽ എത്തിക്കാൻ തന്നെ. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ പേര് എനിക്ക് മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റൊക്കെ അയച്ചു തന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സെപ്റ്റംബർ മന്തിൽ അതൊരു ബിഗിനേഴ്സ് പോലും $250 ആദ്യമായിട്ട് ഉണ്ടാക്കാൻ അവർ ജോലിയുടെ ഒപ്പം തന്നെ ചെയ്ത് $250 എന്ന് പറയുമ്പോൾ ഏകദേശം 20,000-ന് മേൽ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കണ്ടു, ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമുക്ക് ഇനി എന്താണ് സംഭവിക്കണതെന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഈ ഹൈയും ബ്രേക്ക് ചെയ്തിട്ടാണ് പ്രൈസ് വരുന്നത്. നമുക്ക് 4 hours എന്താണ് സംഭവിച്ചേക്കണമെന്ന് നോക്കാം. 4 hours നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ല. ഇതൊന്നും നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് കൂട്ടാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഹൈ ഉണ്ടാക്കിയേക്കണ ക്യാൻഡിൽ തന്നെയാണ് ആ ലിക്വിഡിറ്റിയൊക്കെ എടുത്തേക്കണതുകൊണ്ട്. അപ്പോൾ നമ്മൾ 4 hours നമുക്ക് വേറെ ഒന്നും നമുക്ക് പറയാനില്ല ഇനി. അപ്പോൾ നമുക്ക് നേരെ 1 hour വരാം. 1 hour അതേപോലെ തന്നെ 50 minute മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നത് അല്ലേ. 1 hour ശരിക്കും ആദ്യം ഈ ഒരു OBയിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് അവിടെ നിന്ന് കയറി, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്ത് മൂവ് ചെയ്തു. അതിനുശേഷം പ്രൈസ് വീണ്ടും ഒരു ഹൈ ഉണ്ടാക്കി. ഞാനിവിടെ ഒരു ഐഡിയയും വരച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം പ്രൈസ് ഈ ഐഡിയയും എടുത്ത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും വ്യക്തമായിട്ടുള്ള ഒരു OBയും കാര്യങ്ങളൊന്നും ഈ ഒരു പൊസിഷനിലില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ 50 minute നമുക്ക് OB ഉള്ളത്. പിന്നെ നമുക്ക് വേറെ ലിക്വിഡിറ്റി POകളുണ്ടോ 50 minute കറക്റ്റായിട്ട് OBയിൽ വന്നു. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ട്രാപ്പ് വന്നു. ഇത്രയും ലിക്വിഡിറ്റി ഡേയുടെ എടുത്തിട്ടുണ്ട്, അതേപോലെ സെക്ഷൻ്റെയൊക്കെ ലിക്വിഡിറ്റി എടുത്തിട്ട് 50 minute നല്ലൊരു IFC ക്യാൻഡിലാണ് അവിടെ ഫോം ചെയ്തത് അല്ലേ. നല്ലൊരു IFC ക്യാൻഡിൽ ഫോം ചെയ്ത് ഇതിൽ മിറ്റിഗേറ്റ് ചെയ്യാതെ പോകുമോ എന്ന് പല ആൾക്കാരും പ്രതീക്ഷിച്ച് ഞാനൊന്ന് ചിലപ്പോൾ പോകാം.
ചിലപ്പോൾ പോകാതിരിക്കാം. പക്ഷേ ഞാൻ ആ സമയത്തൊന്നും മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഈ ട്രേഡ് എടുക്കാൻ പറഞ്ഞില്ല. ഞാൻ ഈ പൊസിഷനിൽ വന്നിട്ടാണ്. അപ്പോൾ എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഈ ഒരു പൊസിഷനിൽ ആ ഒരു POI ആണെന്ന് നോക്കിയാൽ നമ്മൾ ഗോൾഡിൽ അത്ര വലിയ ഹൈ പ്രയോറിറ്റി ആണെന്ന് പറയാത്തൊരു POI ആണ്, വിക്കോബിയാണ്. അതും 50 മിനിറ്റ്. പക്ഷേ എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു ആ ഓർഡേഴ്സ് ഫില്ല് ചെയ്തിട്ടാണ് പോകുകയാണെന്ന്. അപ്പോൾ ഈ ഓർഡർ വന്ന സമയത്ത് തന്നെ ഞാൻ ഓൾറെഡി എനിക്കറിയാമായിരുന്നു ഈ IFC ക്യാൻഡിൽ ലിക്വിഡേറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് കയറിപ്പോകാൻ പോകണം. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഈ OBയിൽ തന്നെ ഡയറക്റ്റ് എൻട്രി വെച്ചു. പക്ഷേ ഡയറക്റ്റ് എൻട്രി വെക്കുന്നത് ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുന്നതിന് മുമ്പ് കിട്ടിയ ഒരു IFC ക്യാൻഡിൽ അത് ലിക്വിഡേറ്റ് ഫസ്റ്റ് എൻട്രി. സെക്കൻഡ് നമുക്ക് 5 മിനിറ്റിലുണ്ട്, അതേപോലെ നമ്മുടെ ഈ 50 മിനിറ്റിലും അതിനേക്കാൾ നല്ലൊരു IFC ക്യാൻഡിലുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. ഫസ്റ്റ് റിയാക്ഷൻ തന്നെ നമ്മൾ പറഞ്ഞു, ഈ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചു, സെക്കൻഡ് ടാർഗറ്റ് വെച്ചു. ഫസ്റ്റ് സെക്കൻഡ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അടിച്ചു. അതിന് ശേഷമാണ് നമ്മൾ തേർഡ് വെച്ചത്. തേർഡും നെക്സ്റ്റ് ഡേ ഹിറ്റ് ചെയ്തു. പ്രൈസ് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് അല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും തന്നെ വെക്കാമെന്ന് ഞാൻ പറയാനുള്ളൂ. ഇനി ഇത് ലോങ് ടൈം ഹോൾഡ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. പ്രൈസ് ഇനിയും കയറി പോകായിരിക്കും. നമുക്ക് ഇനിയും എൻട്രികൾ ഇനി ബൈ സൈഡ് വരുന്നത് ധൈര്യമായിട്ട് എടുക്കുക. സെൽ സൈഡ് ഞാൻ എടുക്കാൻ പറയുന്നില്ല. സെൽ സൈഡ് എടുക്കാൻ പറഞ്ഞത് വളരെ കുറച്ച് ട്രേഡുകൾ മാത്രമാണ്. ഈ ഒരു ട്രേഡ് നമ്മൾ നോക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അത് ഒരു ചെറിയൊരു റിയാക്ഷൻ കിട്ടി, പ്രൈസ് ബ്രേക്ക് ചെയ്തു. അത് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് പ്രൈസ് ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് വീണ്ടും കയറിപ്പോകാം. ബൈ സൈഡ് ഉറപ്പായിട്ട് എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ട്രേഡുകളായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും ബുള്ളിഷിൽ തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറക്ഷൻ കണ്ടോ. അപ്പോൾ ഈ ഒരു കറക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് പ്രൈസ് കയറിപ്പോയത് ഇങ്ങനെയൊക്കെ കയറിപ്പോയതുപോലെയല്ല. ഏകദേശം മണിക്കൂറുകളുണ്ട്. ഒരു മണിക്കൂറൊക്കെ കൊണ്ടൊക്കെയാണ് ഈ ഒരു കറക്ഷൻസ് ഉണ്ടായത്. ഇത് ദിവസങ്ങൾ കൊണ്ടാണ് ഉണ്ടായേക്കണമെങ്കിൽ ഇത് മണിക്കൂറുകളാണ് ഉണ്ടായത്. ഇത് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ആവർത്തിക്കുക. എക്സ്ട്രീം ഡിസ്കൗണ്ടിൽ തന്നെ നിൽക്കണ കൊണ്ട് തന്നെ ആളുകൾക്ക് ഇനിയും പ്രൈസ് നല്ലൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്കൊരു തോന്നലുണ്ടാവും, ഇനി പ്രൈസ് കയറില്ല എന്നുള്ളൊരു തോന്നൽ. ആ തോന്നൽ വന്ന് ഓർഡേഴ്സ് കുറയുമ്പോഴത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, ബൾക്ക് ഓർഡേഴ്സ് സെല്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതേപോലെ തന്നെ തിരിച്ച് കയറിപ്പോകും. ഉണ്ട്. അപ്പോൾ നല്ലൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് ധൈര്യമായിട്ട് ബൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ സെല്ല് ഓർഡേഴ്സ് ഉണ്ടായി. ഇപ്പോൾ ഇത് വന്നിരുന്ന 870 ഇത് വന്ന് ഇതായേക്കണം നോക്കിയേ, 790 വരെ പോയിട്ടുണ്ട്. ഏകദേശം $90, $80, ആ ഒരു $50 മിനിമം മൂവ് ചെയ്തിട്ടാണ് പ്രൈസ് എന്ത് ചെയ്തത് തിരിച്ചു കയറുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഴ്ച കണ്ടെന്നും പറയാം, അയ്യോ ബിയറിഷായോ എന്നല്ല ചിന്തിക്കേണ്ട. അപ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അവിടെ ഓപ്പൺ ചെയ്യണേണ്. ധൈര്യമായിട്ട് ആ ബൈ എടുക്കുക. ഈ സെല്ലെടുക്കാനായിട്ട് പോകരുതെന്ന് ഞാൻ പറയുള്ളൂ. ഈ സെല്ലെടുക്കാനായിട്ട് പോയെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ സെല്ല് ഇവിടെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെ സെല്ലെടുത്തായിരുന്നെങ്കിൽ എന്ത് പറ്റും, ഒരുപാട് ലോസ് ഉണ്ടാകും. പക്ഷേ ഈ എടുക്കുന്ന ബൈകൾ എന്താണ്, മെയിൻ ടാർഗറ്റും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റിലേക്ക് പോകും. അപ്പോൾ ഇനി ഇതേപോലത്തെ ഓർഡേഴ്സ് നമുക്ക് ഇനി കുറേ മാർക്കറ്റിൽ കാണാൻ പറ്റും. നേരത്തെ നമ്മളത് വലിയ രീതിയിൽ കാണുന്നില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാണ്ടോ, നേരത്തെ അങ്ങനത്തെ ഓർഡേഴ്സ് ഇച്ചിരി കൂടി സ്ലോയിലാണ് വന്ന, അത്രയും വലിയ ലിക്വിഡിറ്റി ഒന്നും പ്രൈസ് എടുത്തിട്ടില്ല. അപ്പോൾ ഇനി പ്രൈസ് ആ ഓർഡേഴ്സ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ എന്താണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം അങ്ങനെയുള്ള ട്രേഡുകൾ എടുക്കാനായിട്ട്. നല്ലൊരു സെറ്റപ്പ് പഠിച്ച് അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ട്രേഡുകൾ എടുക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒക്ടോബർ ബാച്ച് നമ്മൾ 3 സീറ്റുകൾ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ, താല്പര്യമുള്ള ആളുകൾ മാത്രം വളരെ പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗോൾഡിൽ ഇത്രയും പറയാനുള്ള ബൈയുടെ ലിക്വിഡിറ്റി POIകൾ, അതേപോലെ തന്നെ നല്ല ഇതേപോലെ 50 മിനിറ്റിൻ്റെ നിങ്ങൾക്ക് ബുള്ളിഷിൽ നിൽക്കുമ്പോൾ ഒരു POയിലേക്ക് ബുള്ളിഷ് POയിലേക്കൊക്കെ വരികയാണെങ്കിൽ, അത് ഫോർ എക്സാമ്പിൾ നമ്മുടെ 50 മിനിറ്റിൻ്റെ POയിലേക്ക് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ബൈ എടുത്തോട്ടോ. നിങ്ങളെപ്പോഴും മൾട്ടിപ്പിൾ ടാർഗറ്റ് വെക്കുക. ഒറ്റ ടാർഗറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്ത ട്രേഡാണെങ്കിൽ ഞാൻ മൾട്ടിപ്പിൾ ടാർഗറ്റ്, ഫസ്റ്റ് ട്രേഡ് ഹിറ്റ് ചെയ്തു, പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ലോസിലല്ല, ഞാൻ പ്രോഫിറ്റിലാണ്. സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, പ്രൈസ് താഴേക്ക് വന്നെങ്കിൽ നല്ല പ്രോഫിറ്റില്ല, എനിക്ക് ലോസ് ഇല്ല, ബ്രേക്ക് ഇവനെ പിന്നെ അടിക്കുന്നുള്ളൂ. ഇവിടെ ചിലപ്പോൾ അടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പറയുന്നത് സ്റ്റോപ്പ് ലോസ് അടിക്കും. സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രോഫിറ്റിലായിരിക്കും. പിന്നെ തേർഡ് ടാർഗറ്റ് അടിച്ചു, നല്ല പ്രോഫിറ്റിലായി മാറി. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. അല്ലാതെ ഒരു ട്രേഡ് എടുത്തിട്ട് അതും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതേപോലെ ഇവിടെ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്തു, ബ്രേക്കിന് അടിച്ചു, വീണ്ടും എടുത്തു, ബ്രേക്കിന് അടിച്ചു, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് അടുത്ത് എടുക്കുന്നില്ല, പ്രൈസ് പോയി ടാർഗറ്റ് അടിച്ചു. അപ്പോൾ നമ്മൾ ഇമോഷൻസ് നമുക്ക് വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക, ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ടിൽ നമുക്ക് ഈ ആഴ്ച നമ്മൾ ഇട്ടൊരു ട്രേഡ്, മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇട്ട ട്രേഡ് ഒരു ഹിറ്റായിരുന്നു. ഓൾറെഡി റണ്ണിങ്ങിൽ നമ്മൾ ഡേയുടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഡേയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇനി പ്രൈസ് താഴേക്കുള്ള റിയാക്ഷൻസ് കുറയും, അപ്പോൾ നിങ്ങൾക്ക് ബൈയിലേക്ക് നോക്കാമെന്നും പറഞ്ഞു. കറക്റ്റായിട്ട് ആ ഒരു ബൈയിങ് പൊസിഷനിൽ തന്നെ പ്രൈസ് ഇറങ്ങി, വീണ്ടും നമുക്ക് സെല്ലിംഗ് പൊസിഷനിൽ കിട്ടി. അങ്ങനെയാണ് പ്രൈസ് പോകുന്നത്.
അപ്പോൾ നല്ല നല്ല ട്രേഡുകൾ നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഒരു ബിയറിഷ് ക്യാൻഡിലായിട്ട് തന്നെ എന്ന് വെച്ചാൽ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒക്ടോബർ മാസം തുടങ്ങി പ്രൈസ് ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുന്നത്. നമുക്ക് വീക്ക് നോക്കുമ്പോൾ പ്രൈസ് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് കണ്ടോ, ഒരു റേഞ്ചാണ് കുറച്ച് മാസമായിട്ട് അവിടെ. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയുടെ ഈ ഒരു റിയാക്ഷനാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഈ ലോ എടുത്തതോടെ ഞാൻ പറഞ്ഞതാണ് ഇനി മെയിൻ ടാർഗറ്റ് ഇതാണ്. 50% മേളിൽ പ്രൈസ് റിയാക്ട് ചെയ്തു തിരിച്ച് കയറി വരാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്ക് നമുക്ക് എന്താ കറക്റ്റായിട്ട് 4 ഹവറിൻ്റെ ഒരു OBയിൽ പ്രൈസ് വന്ന് ട്രിഗറായിട്ട് ഇവിടെ നിന്ന് പോയി നമ്മൾ ബൈ എടുത്തു. 4 ഹവറിൻ്റെ IDM വരെയായിരുന്നു നമ്മൾ ടാർഗറ്റ് എടുത്താൽ. ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തു ഫെയിൽ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, 4 ഹവറിൻ്റെ ഈ OB റിയാക്ട് ചെയ്യും കണ്ടോ, കറക്റ്റായിട്ട് OB റിയാക്ട് ചെയ്യും. അതിൻ്റെ 50% പ്രൈസ് എടുത്തു. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ ഇനി ഹോൾഡ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തന്നെ. ചിലപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ, ചിലപ്പോൾ കയറി വരാം. എന്ന് വെച്ചാൽ ഡെയിലി പ്രൈസ് നല്ല ബിയറിഷിലാണ്. അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞ രണ്ട് സൈഡിലേക്കും കിട്ടുന്ന ട്രേഡ് എടുക്കട്ടെ. ഇപ്പോൾ പ്രൈസ് ബുള്ളിഷ് ആണെന്നും ബിയറിഷ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. രണ്ട് സൈഡിലേക്കുള്ള ട്രേഡുകൾ എടുക്കുക, കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക കേട്ടോ. നല്ല 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 ട്രേഡുകളായിരുന്നു അത്. അപ്പോൾ ബ്രിട്ടീഷ് പൗണ്ടിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പക്ഷേ നല്ല നല്ല ട്രേഡുകൾ കിട്ടും. വളരെ സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ സെറ്റപ്പിൽ വളരെ സിമ്പിളായിട്ട് കറൻസിയിലൊക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റും കേട്ടോ. ഗോൾഡിലുള്ള ഒറ്റ റിസ്ക്കില്ല. ഗോൾഡിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷേ ഞാൻ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറൻസിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന സെറ്റപ്പിൽ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് പോകാവുന്നതാണ്. നമുക്ക് യൂറോയിസ്റ്റിലേക്ക് വരാം. യൂറോയിസ്റ്റ് മന്ത് തുടങ്ങിയ പ്രൈസ് ബുള്ളിഷിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ മന്ത് പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് വന്നു, പക്ഷേ ലിക്വിഡിറ്റി എടുത്ത പ്രൈസ് ഇറങ്ങി. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം, വീക്ക് നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ട് പോലെ ഒരു റേഞ്ചിലാണ് ഒരു പൊസിഷനിൽ വന്നിട്ട് റേഞ്ചിലേക്കാണ്. പക്ഷേ പ്രൈസ് ഒരു ബുള്ളിഷ് സെറ്റപ്പിലാണ് വീക്കിലേക്ക് നിൽക്കുന്നത്. ഡേയിലാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു ഡേയുടെ ഐഡിയ എടുത്ത പ്രൈസ് ആ റിയാക്ഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ റിയാക്ഷൻ പുതിയൊരു ബ്രേക്കർ ഫീച്ചർ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു പൊസിഷനിൽ വന്ന് ഇങ്ങനെ നിൽക്കണം. ഏകദേശം ഒരു 50% പറ്റിയ പ്രൈസ് ആ റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു പൊസിഷനിൽ നിന്ന്. നമുക്ക് 4 ഹവറിൽ വേറെ OB കാര്യങ്ങളൊന്നുമില്ല. ആ റിയാക്ഷൻ തന്നെയാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ബൈയും സെല്ലും നോക്കാം. പ്രൈസ് ബുള്ളിഷ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സെല്ല് നോക്കാതിരിക്കണ്ട. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബിൽഡപ്പ് ചെയ്യുന്ന ഈ ഒരു പൊസിഷനിൽ നിന്നപ്പോൾ റിജക്ഷൻ കിട്ടുന്നുണ്ട്. ഈ റിജക്ഷനൊക്കെ നമുക്ക് ട്രേഡ് എടുത്ത് പോകുന്നത്. അതേപോലെ ബൈ സെറ്റപ്പ് പരമാവധി ഹോൾഡ് ചെയ്യാനൊക്കെ നോക്കുക. നമ്മൾ ഈ കറൻസിയിലൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ എന്താണ് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഗോൾഡിൽ ഇപ്പോൾ ഒരു 100-200 വിപ്പൊക്കെ സുഖമായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 20 വിപ്പൊക്കെ ആയിരിക്കും, 20-30 വിപ്പൊക്കെ മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ ഒരു ട്രേഡിൽ. അല്ലാത്തൊക്കെ നമുക്ക് ബ്രേക്ക് ഇവൻ ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ബ്രേക്ക് ഇവൻ അടിക്കും. പിന്നെ നമുക്ക് ഹൈ ടൈം ഫ്രെയിമിൽ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ബ്രിട്ടീഷ് പൗണ്ടിൽ 400 വിപ്പാണ് നമുക്ക് സെല്ലിൽ കിട്ടിയത്, 400 വിപ്പിന് മേലെ കിട്ടി. അപ്പോൾ അതൊക്കെ നമുക്ക് 100-200 വിപ്പ് കിട്ടും. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഹൈ ടൈം ഫ്രെയിമിൽ ഇന്ന പോലെ നമുക്ക് മാനേജ് ചെയ്യാം. ലോ ടൈം ഫ്രെയിമിലൊക്കെ ചെറിയ ചെറിയ ട്രേഡുകൾ എടുത്ത് പോകുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ പ്രോഫിറ്റിൽ പോകാൻ പറ്റില്ല. നിങ്ങൾ എടുക്കുന്ന പല ട്രേഡുകളും നല്ല പ്രോഫിറ്റിൽ കാണും, പക്ഷേ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മന്ത് നോക്കുമ്പോൾ തന്നെ കഴിഞ്ഞ മാസം പ്രൈസ് ബുള്ളിഷാണ്. ഈ മാസം തുടങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ബിയറിഷിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ വീക്കിൻ്റെ ഇത് തന്നെയാണെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റ് ലോങ് ടൈം സെൽ. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഒരു വന്ന് ഈ ഹൈയിൽ നിന്ന് വന്ന് ഈ ലിക്വിഡിറ്റിയുടെ അവിടെ എടുത്തു പ്രൈസ് ഇങ്ങനെ ഒന്ന് ഇറങ്ങി നിൽക്കണേ. നമുക്ക് വേറെ പ്രൈസ് ഓൾറെഡി അതിൻ്റെ അകത്ത് ബുള്ളിഷിലും അതേപോലെ സെല്ലിലും ബൈയും സെല്ലും നോക്കാവുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് അതിൻ്റെ അകത്ത്. വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, കറൻസിയിലൊക്കെ ചെറിയ ചെറിയ ലിക്വിഡിറ്റിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു സെല്ലൊക്കെ എടുക്കുക. ഹൈ ടൈം ഫ്രെയിമിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ സെല്ല് ഇച്ചിരി കൂടി ലോങ് ടൈം, ബൈയും സെല്ലൊക്കെ ഇച്ചിരി കൂടി ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഴ്സിൽ താല്പര്യമുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യുമോ. അതേപോലെ തന്നെ എല്ലാ വീക്കും എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വീക്കും കഴിഞ്ഞ മാസം ഇഷ്ടം പോലെ മെയിനായിട്ട് എൻ്റെ സ്റ്റുഡൻസ് എല്ലാം മിക്കവരും തന്നെ നല്ല പ്രോഫിറ്റിൽ പോയത് കണ്ടു. വളരെയധികം സന്തോഷം. ഒരുപാട് പേര് വിളിച്ചു, താങ്ക്സ് ഒക്കെ പറഞ്ഞു. വളരെ സന്തോഷം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴി ഒരാളുടെ വീട്ടിലേക്ക് ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു പൈസ എത്തിയാലും ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ഫീല് തന്നെയാണ്. നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതിനേക്കാളും വലിയൊരു ഫീലാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ ഇനിയും എല്ലാവർക്കും കിട്ടാൻ പറ്റട്ടെ എന്നും നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും നല്ല വലിയ ട്രേഡറായിട്ട് വലിയ പ്രോഫിറ്റൊക്കെ എടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.